ഒരിക്കലും കാണരുതെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാഭിലാഷം. അപ്പോ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ആൾക്കാർ ഇവിടെ ട്രിഗർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് പോയപ്പോഴാണ്, അതായത് നമ്മളുടെ ഫീമെയിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എവിടുന്ന നിനക്ക് ധൈര്യം വന്നേ, എവിടുന്ന നിനക്ക് ഇതൊക്കെ പറയാൻ, ഇത്രയും തെറിയെടുത്ത് എങ്ങനെ നീ ഇതൊക്കെ പറയുന്നത്, മാസ്റ്റർബേഷനെ പറ്റി പറയുന്നു, സെക്സിനെ പറ്റി പറയുന്നു, 10 പേരോട് പോയി കിടന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഇതെങ്ങനെയാ പറയുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാനുള്ള ഒരേ ഒരു കാരണം, എനിക്ക് തന്തയില്ല, എനിക്ക് തന്തയുടെ റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയുടെ മുന്നിൽ തന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ കൂട്ടുകാരി അനീറ്റ, അവളുടെ അമ്മയോട് സംസാരിച്ച കാര്യം, അതായത് അവൾക്ക് എനിക്ക് ചെയ്യുന്നില്ല, അവളുടെ അമ്മയ്ക്ക് ഇപ്പൊ സെക്ഷലി ഓക്കെ ആണോ, ഓർഗാസം സംഭവിക്കാറുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ അവളുടെ അമ്മയോട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അമ്മമാരോട് സംസാരിച്ചാൽ അമ്മമാർക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ 10 ചെറുതൊക്കെ കിടന്നു പറഞ്ഞാൽ അമ്മമാർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ തന്തമാർക്ക് അത് പ്രശ്നമാണ്. കാരണം തന്റെ അങ്ങനെയാണ് തന്തനത്തിലേക്ക് പെട്ടേക്കുന്നത്. അതാണ് തന്തവൽക്കരണം. അപ്പൊ തന്തമാര് വേണ്ട, തന്തയെ ദത്തെടുത്തിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും തന്തയെ ദത്തെടുത്തില്ല, എനിക്ക് വേണ്ട, അങ്ങനെ നാളെ വേണ്ട. എന്തിനാ ഇതാണ് തന്തവൽക്കരിക്കുന്ന ലോകം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, ഈ ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സത്യം ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പക്ഷെ അത് ഞാൻ എന്റെ സങ്കടങ്ങളുടെ വാക്ക് വന്നതല്ല. ഇവിടെ എല്ലാവരും കൂടെ എന്നെ തന്തവൽക്കരിക്കുന്നതല്ല, അവരുടെ പറഞ്ഞ് ഞാൻ വാക്ക് വന്നതല്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പാറ്റേൺ, എന്റെ വീട്ടിൽ പാറ്റേണില്ല, അതായത് ആളുകളില്ലാതെ എന്റെ വീട്ടിൽ ഭയങ്കര സമാധാനമുള്ള ഒരു വീടാണ്. എങ്ങനെയാണേലും കിടക്കാൻ, തുണിയില്ലാതെ നടക്കാം. എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഊരിയൊക്കെ കളയും, എന്നിട്ട് തുണിയില്ലാതെ വീട്ടിൽ കൂടെ നടക്കുന്നത്. അപ്പം അത് സ്പേസ് ആണ്. അപ്പം എനിക്ക് തന്നെ എവിടെ വേണമെങ്കിലും കാര്യം കയറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കറങ്ങാനൊക്കെ പോകുന്നു. അപ്പൊ അമ്മ ഈ പാറ്റേണിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അമ്മ പറയുന്നതുകൊണ്ടെങ്കിൽ അമ്മയെ പാറ്റേണിന്റെ ഭാഗമായതുകൊണ്ട് ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യും. പക്ഷേ പിന്നീട് ഞാൻ ചെയ്യും അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ഭയങ്കര ഫേമസ് ആയ ബുദ്ധിജീവികളുണ്ടല്ലോ, ഫേമിസ്റ്റുകളുണ്ടല്ലോ, എല്ലാവരും ഫേസ്ബുക്ക് ഉണ്ട്. അമ്മ അറിയാം, അമ്മ കണ്ടുകൊണ്ടേ വന്നോണ്ടിരുന്നത് ശ്രീ മുത്തപ്പന്മാർ പൂജ അങ്ങനത്തെയൊക്കെയായിരുന്നു. അതെല്ലാം അൺഫോളോ അടിച്ച് അമ്മയ്ക്ക് ഫേസ്ബുക്കിൽ എല്ലാം അങ്ങനെ ഞാൻ എന്റെ ബുദ്ധി പ്രയോഗിച്ചു. അപ്പൊ അമ്മ പിന്നെ കാണുന്ന മൊത്തം ബിന്ദു അമ്മണി, കുക്കു ദേവകി, ഇതൊക്കെയല്ല. അപ്പൊ അമ്മ പിന്നെ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പൊ അമ്മമാരെ മാറ്റാൻ കിടക്കുമോ, പക്ഷെ തന്തമാര് മാറത്തില്ല. തന്തമാരാണ് ഇവിടെ ഫ്രീഡം ഇല്ലാത്ത പ്രശ്നം. അതായത് ഈ ഇത്രയും പവർഫുൾ ആയിട്ട് ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും സൊസൈറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂടി വിക്കിലേക്ക് നടന്നത് എനിക്കാണ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത്ര തന്തവൽക്കരിക്കപ്പെട്ട ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും അടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അടങ്ങി നിൽക്കാത്ത ഈ പെണ്ണുങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ്, അതാണ് കുടുംബം എന്ന് പറയുന്നത്.
തന്തമാരെ തന്നെയാണ്. കാരണം അവർക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കണം, അതിന് വേണ്ട പൈസ ഉണ്ടാക്കണം, ലോൺ എടുക്കണം, ഗൾഫിൽ പോകണം, എന്നിട്ട് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണം. അപ്പൊ അനിയത്തിയുടെ എക്സാമ്പിൾ, അനിയത്തിക്ക് സ്ത്രീധനം അവർക്ക് കല്യാണം കഴിക്കുന്ന സ്ത്രീധനമായിട്ട് പൈസ കൊടുക്കില്ല, സ്ത്രീധനമായിട്ട് പൈസ കൊടുക്കത്തുള്ളൂ, അല്ലാതെ പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ഇൻഡിപെൻഡന്റ് കൊടുക്കാൻ എഫ്എം തുടങ്ങാനോ അങ്ങനെയൊന്നും പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് സ്ത്രീധനമായിട്ട് ഇവർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാനുണ്ട്. അപ്പൊ ഈ സ്ത്രീധനം കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ, ഇവരവിടെ പോയി പിന്നെ സ്ത്രീധനം തീർന്നു കഴിയുമ്പോൾ ഇവർക്ക് തുടങ്ങുമല്ലോ, പിന്നെ അവിടെ അമ്മായി ആരും പോരാതൊക്കെ പിന്നെ തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഈ ഒരു എല്ലാം ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു ദുരന്തം അനുഭവിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല, ഇവിടുത്തെ തന്തമാരെ കൂടെ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇപ്പം ഈ സ്ത്രീകൾ ഇപ്പൊ ഞാൻ എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് എന്താ പറയാ, നമ്മൾ ഇത്ര പേരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ലോകം വിശാലമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഔപാധ്യങ്ങളിൽ ഇരുന്നത് ബുദ്ധിയിലെ മണ്ടമാരാണ് ഇതാണ് എനിക്ക് അറിയാൻ പറ്റാതെ. അപ്പം ഇതെല്ലാം തന്തമാരുടെ ലോകത്തിന്റെ ഇതാണ്. പിന്നെ ഞാൻ കുറെ എഴുതിയിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സ് തന്തവല്ലിയുടെ പ്രപഞ്ചമാണ് പറഞ്ഞു. ശരിക്കും അതിനോട് യോജിപ്പില്ല. പ്രപഞ്ചം യൂണിവേഴ്സിൽ നോക്കുമ്പോൾ ആ തന്തവല്ലിപ്പെട്ടില്ല. പൂച്ചയൊക്കെ പറ്റിയിട്ട് പൂച്ചയുടെ അമ്മ മാത്രം നോക്കും, എവിടെയെങ്കിലും പട്ടി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെയാണ് തന്തമാർ അതിന്റെ എല്ലാ അട്ടിപ്പേറുള്ള മൊത്തം എടുത്ത് നീ നിൽക്കാൻ പാടില്ല, നീ ഷോളിടാൻ പാടില്ല, നീ ഷോളിന്റെ പുറത്ത് പോകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ പ്രപഞ്ചം തന്തവല്ലിക്കപ്പെട്ടതൊന്നുമല്ല, ഹ്യൂമൻ ബീങ്സ് പല സ്ഥലത്തും തന്തവല്ലിക്കപ്പെട്ടതല്ല. പക്ഷെ ഇവിടെ തന്തവല്ലിക്കപ്പെട്ട ആക്കിയെടുത്തതിനാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ക്ലീവേജിലൊക്കെ പോട്ടിടാൻ വേണ്ടിയാണ്, നമ്മൾ ആരുടെ ബൈക്കിലേക്ക് അറിയാൻ വേണ്ടിയാണ്, നമ്മൾ കിടന്നുകൊടുക്കാൻ വേണ്ടിയാണ്, ഇത് അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ പ്രപഞ്ചം ഒരിക്കലും തന്തവല്ലിക്കപ്പെട്ടതല്ല. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കോളം, സർട്ടിഫിക്കറ്റിന്റെ കോളത്തിൽ ഡാഡെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള കാര്യമാണ്. അതായത് ഈ രക്ഷകർത്താന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ അതായത് സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ഛനില്ലല്ലോ, അപ്പൊ ആ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അച്ഛന്റെ പേര്, അപ്പൊ എനിക്കൊരു അച്ഛന്റെ പേര്, പക്ഷെ അയാൾക്ക് ഇനിഷ്യലില്ല. അപ്പൊ എന്റെ എല്ലാ ഡോക്യുമെന്റിലും അമ്മയുടെ ഇനിഷ്യൽ തന്നെയാണ്, അച്ഛൻ്റെ ഇനിഷ്യൽ. പിന്നെ ഞാൻ വിനയമോട് പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് അച്ഛന്റെ കുടുംബമേരുന്നു, എന്റെ പേര് ശ്രീലക്ഷ്മി ആവർത്തിയാണ്, ആ അറക്കണം എന്ന് എന്റെ അമ്മയുടെ കുടുംബപ്പേരാണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ് വന്നത്. അതായത് അമ്മ ഭയങ്കരമായിട്ട് എന്താ പറയാ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നില്ല, അച്ഛനവിടെ ആവശ്യമില്ലാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ പേരിൽ ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും കൂടെ എനിക്കെതിരെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷന്റെ കേസ് പറയുവാണെങ്കിൽ അവിടെ ഈ തന്ത, അതായത് ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ വാർഡ് മെമ്പറിന്റെ ഭാര്യയായിരിക്കും വലുതായിട്ടാണ് മത്സരിക്കുന്നത്. എന്നിട്ട് എന്തായാലും വരുമ്പോൾ പറയുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ചേട്ടനായിട്ട് ചിലപ്പോൾ ഭാര്യ നമ്മൾ ഒരുമിച്ചിട്ടേക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നതൊക്കെ. അപ്പൊ അത് ഈ തന്തവർക്ക് ഇവിടെ. അപ്പൊ ഈ പഞ്ചായത്ത് മെമ്പർ തൊട്ട് നമ്മുടെ രാഷ്ട്രപതി ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രഥമ പൗരൻ ആയിട്ടുള്ള ഒരാളാണല്ലോ പ്രഥമ. അപ്പൊ അതിനകത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രപതി പെണ്ണാണ്, പക്ഷെ അതെന്താ ഡോളായിട്ടുള്ള ആൾക്കാരെയാണ് പ്രൈസ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ പെണ്ണുങ്ങൾ പ്രൈസ് ചെയ്യാൻ വേണ്ടിയുണ്ട്, എത്രയോ വോയിസുള്ള പെണ്ണുങ്ങൾ പ്രൈസ് ചെയ്യാനുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്തില്ല. അത് എന്താ പറയാ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ എന്താ പറയാ അവരുടെ റോളുകളായിട്ടോ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ. ഇപ്പം ഈ തന്തവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഫാമിലി തൊട്ട് ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫാമിലി തൊട്ട് അങ്ങ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രഥമ പൗര വരെ എത്തി നിൽക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെ പൊളിച്ചെറിയുന്നത് എങ്ങനെയുണ്ട്, തന്തമാര് പറഞ്ഞാൽ അനുസരിക്കാതെ, അത് മാത്രമുള്ളൂ. ആ തന്തമാര് എന്ത് പറഞ്ഞാലും അതിനെ അനുസരിക്കാതെ നിങ്ങൾ സ്വന്തം കാര്യം ഡിപെൻഡ് ആയിട്ട് തോന്നുന്ന കാര്യം ചെയ്യുക, ആരും പൊളിപ്പിക്കുന്ന കാര്യമില്ല. ഓക്കെ, താങ്ക് യു ശ്രീലക്ഷ്മി അടക്കം. എത്ര